യാക്കോബ്, യോഹന്നാൻ, നിങ്ങൾ പടകുമായി ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. വേഗമാകട്ടെ. ഒരു നിവൃത്തിയുമില്ല, ഞങ്ങൾക്ക് വല നിറയെ മീൻ ലഭിച്ചിരിക്കുന്നു. മതി മതി, അത് മതി. കർത്താവ്, എന്നെ വിട്ടു പോകണമേ. ഞാൻ പാപിയായ മനുഷ്യനാണ്. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. നിങ്ങൾ ചെവിചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. അവൻ ധാരാളം ക്ഷമിക്കും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. അതാ വരുന്നുണ്ട്, എത്തിക്കഴിഞ്ഞു. നോക്കൂ. യേശുവേ, യേശുവേ, എന്റെ ഒരേ ഒരു മകളാണ്, അവളെ രക്ഷിക്കണമേ. നാഥ, കരുണ കാണിക്കണമേ. അവൾക്ക് 12 വയസ്സേ ഉള്ളൂ, മരിക്കാറായിരിക്കുന്നു. ദയവായി എന്റെ കൂടെ വരണമേ. യായിറോസേ, ഒന്ന് നിൽക്കൂ. യേശുവേ, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും പ്രയാസപ്പെടുത്തണ്ട. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും. നിങ്ങൾ കരയേണ്ട. അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മകളെ, എഴുന്നേൽക്കൂ. അവൾക്ക് ഭക്ഷണം കൊടുക്കൂ. നോക്കൂ, സംഭവിച്ചതൊന്നും ആരും അറിയണ്ട. അതിനുശേഷം മത്തായി എന്നു പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരുന്ന് കരം പിരിക്കുന്നത് യേശു കണ്ടു. എന്നെ അനുഗമിക്കൂ.
അക്കാലത്ത് യേശു പ്രാർത്ഥിപ്പാനായി ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ അവൻ ചെലവഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു. പത്രോസ് എന്ന് പേര് വിളിച്ച ശീമോൻ, പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫയുടെ മകൻ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, യേശുവിനെ പിന്നീട് ഒറ്റിക്കൊടുത്ത യൂദാസ് കരിയോത്ത്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിക്കുകയും നിന്ദിക്കുകയും നിങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സന്തോഷിച്ചു തുള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. പതിനാറ്, 17, 18, 19, 20 അത്രേ എന്റെ കയ്യിലുള്ളൂ. സമ്പന്നരായ നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചുപോയല്ലോ. കാശ് വേണ്ടെന്ന് പറഞ്ഞു കിറുക്കന. ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾ കയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ചു കരയും. മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ കയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പഴിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നിങ്ങളുടെ ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുപ്പിൻ. നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രം കൂടി വിട്ടുകൊടുക്കുക. നിങ്ങളോട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുപ്പീൻ. നിങ്ങൾക്കുള്ളത് ആരെങ്കിലും എടുത്തു കളഞ്ഞാൽ അത് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന